തിരുവനന്തപുരം പാറശാലയിൽ ബൈക്ക് യാത്രികയുടെ മാല കവർന്നു. തമിഴ്നാട് കരിങ്കൽ സ്വദേശി കുമാറിൻ്റെ ഭാര്യ അനീഷയുടെ കഴുത്തിൽ കിടന്ന 7 പവൻ്റെ താലിമാലയാണ് കവർന്നത്. രാവിലെ ചെങ്കവിളയ്ക്ക് സമീപം ബൈപ്പാസിലായിരുന്നു സംഭവം. മകളുടെ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു കുടുംബം. കുമാറായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്നത്. പിന്നാലെ വന്ന മോഷ്ടാവ് അനീഷയുടെ മാല പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. സ്ഥലം കരിങ്കലാണ്. അവിടെ നിന്ന് എൻ്റെ ഭാര്യയും ഞാനും കുഞ്ഞിന് അസുഖത്തിന് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ SAT പോകാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കളിയക്കാളയിൽ നിന്ന് റൈറ്റ് തിരിച്ച് ബൈപ്പാസിൽ ഇറങ്ങിയിട്ട് അവിടെ കുഞ്ഞിന് 6 മണിക്ക് ടാബ്ലറ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ 6:05 ഞാൻ ടാബ്ലറ്റ് കൊടുത്തിട്ട് അപ്പോൾ പുറകിൽ വണ്ടികൾ ഒന്നുമില്ല, ബൈക്കൊന്നുമില്ല. ഞാൻ പോയിട്ടിരുന്നപ്പോൾ സംഭവ സ്ഥലത്തിൻ്റെ അവിടെ വെച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരുത്തൻ ചെയിന് പൊട്ടിച്ച് എൻ്റെ ഭാര്യയുടെ പൊട്ടിച്ചത് അമ്മ അപ്പാണ്. എൻ്റെ ഭാര്യ വിളിച്ചത് എൻ്റെ ബൈക്ക് അവിടെ പോയിട്ട് കീളാൻ പോയിട്ട് ഇങ്ങോട്ട് വന്ന് അവൻ അതിൻ്റെ മുമ്പ് സ്ഥലം വിട്ട്. പിന്നെ അവിടെ കുറേ ദൂരം ഞാൻ ഓടിച്ച് നോക്കി. എന്നിട്ട് അവനെ മുഖമോ വണ്ടിയുടെ നമ്പരോ കിട്ടിയില്ല. അവൻ്റെ ജാക്കറ്റും കറുത്ത AP സെറ്റ് പുറവശം ഉയർന്ന ആ ബൈക്കുമാണ് എൻ്റെ കണ്ണിൽ തെൻപെട്ടത്. സംഭവത്തിൽ പാറശാല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അരുൺ മോഹൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇത് ഭർത്താവിൻ്റെ പിന്നിലിരുന്ന് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഈ യുവതിയുടെ മാലയാണ്, താലിമാലയാണ് കവർന്നത്. പ്രതിയെക്കുറിച്ച് സൂചനയുണ്ടോ? CCTV ദൃശ്യങ്ങളോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന്? CCTV ദൃശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും. കാരണം ഈ സംഭവം നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കഴക്കൂട്ടംകാരോട് ബൈപ്പാസിലാണ്. ഇവിടെ CCTVയുടെ പരിമിതികളുണ്ട്. CCTV ഇല്ലാത്ത സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു മോഷണം നടത്തിയത് എന്നുള്ളതാണ് ഇതിലൊരു ബുദ്ധിമുട്ടായി പോലീസ് കാണുന്നത്. എന്നാലും കടകളിലുള്ള CCTVകൾ കേന്ദ്രീകരിച്ചുള്ളൊരു അന്വേഷണം പോലീസ് കാര്യമായി തന്നെ നോക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ആയിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. നേരത്തെ കുമാർ സൂചിപ്പിച്ചതുപോലെ ഈ കരിങ്കൽ സ്വദേശിയായ കുമാർ തന്റെ മകളുടെ, ഇദ്ദേഹം വിദേശത്തായിരുന്നു, മകളുടെ ചികിത്സയുടെ ആവശ്യമായിട്ടായിരുന്നു ഈ പറയുന്ന SAT ആശുപത്രിയിലേക്ക് കുടുംബസമേതം ബൈക്കിൽ പോവുകയായിരുന്നു. പോകുന്നതിനിടയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യ അനീഷയുടെ കഴുത്തിൽ കിടന്ന 7 പവന്റെ സ്വർണം പുറകിൽ കൂടെ വന്ന മോഷ്ടാവ് പിടിച്ചു പറിക്കുന്നത്. അവിടെ ഒരു ഭാഗ്യം ഇവരെ തുളച്ചത് എല്ലാവരും സീറ്റിൽ വാഹനത്തിൽ എതിർദിശയിൽ സാധാരണ സ്ത്രീകൾ ഇരിക്കുന്ന രീതിയിലല്ല ഇരുന്നതാണ് അപകടത്തിൽ നിന്നും കൂടുതൽ ഒഴിവായത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇയാളുടെ ആക്രമണത്തിൽ അനീഷയ്ക്ക് ചിലപ്പോൾ റോഡിൽ വീണ് വലിയ അപകടം തന്നെ സംഭവിച്ചു പോകുമായിരുന്നു. പക്ഷെ മാനം നഷ്ടപ്പെട്ടു. ഈ കുമാർ ഈ മോഷ്ടാവിന്റെ പിന്നാലെ സഞ്ചരിച്ചുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കറുത്ത വസ്ത്രം ധരിച്ച് മുഖമെല്ലാം മറച്ച് ഹെൽമറ്റ് വെച്ചായിരുന്നു ഈ മോഷ്ടാവ് എത്തിയതും കവർന്ന് കൊണ്ടുപോയതും. തുടർന്ന് ഈ കുടുംബം സമീപത്തെ അവിടെ നിന്ന് പൂവാർ സ്റ്റേഷനിലായിരുന്നു ആദ്യം സമീപിച്ചത്. എന്നാൽ പൂവാർ സ്റ്റേഷനിൽ എത്തിയപ്പോൾ പൂവാർ സ്റ്റേഷൻ ഈ പറയുന്ന സ്ഥലത്തിന്റെ അതിർ തർക്കത്തെ തുടർന്ന് വീണ്ടും ഇവരെ പാറശാലയിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. തുടർന്നാണ് പാറശാല പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കുന്നതും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ ഗൗരവമായ ഒരു സംഭവമാണ്. പട്ടാപ്പകൽ അതും കുടുംബസമേതം പോകുന്നത്. സാധാരണ സ്ത്രീകൾ മാത്രം പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു മോഷണം നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുടുംബസമേതം പോകുമ്പോൾ ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു മോഷണം നടക്കുന്നത് അതീവ ഗൗരവമായി കാണേണ്ട ഒരു സംഭവം തന്നെയാണ് എന്ന് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളും പറയുന്നത്. എന്തായാലും പോലീസ് ഗൗരവമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 7 പവന്റെ താലിമാലയാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോഴത്തെ വില അനുസരിച്ച് 7 ലക്ഷത്തിലധികം രൂപ വരും. നമ്മുടെ സാധാരണ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ വലിയ മാല അല്ലെങ്കിൽ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം. കാരണം കള്ളന്മാർ അല്ലെങ്കിൽ കവർച്ചാ സംഘങ്ങൾ പലയിടത്തും പതിയിരിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം ഇതുപോലെ കവർച്ചയാണ്. ഒരുപക്ഷെ ഇതുപോലെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും പിന്നീട് ഒരു തിരിച്ചറിവുണ്ടാവുക. അത് വേണ്ട, അല്ലെങ്കിൽ ആഭരണം അണിഞ്ഞ് പുറത്തിറങ്ങേണ്ടിയിരുന്നില്ല എന്ന ഒരു ചിന്ത പലപ്പോഴും പല ആളുകളുടെ മനസ്സിലുണ്ടാവുക. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.